ഹലോ ഗൈസ്, മൈദ റവയും വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കി കാണിച്ചുതരാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് റവ എടുത്ത അതേ അളവിൽ പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി, ഇത്രയും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചാൽ മതി. ഇഡ്ലി മാവിന്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അവസാനമായിട്ട് ഒരു നുള്ളു ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി കാര്യം സിമ്പിളാണ്, നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതി. ക്ഷമ വേണം, സമയമെടുക്കുന്നു പറയുന്ന പോലെ ഒഴിച്ചപാടെ കുത്തി ഇളക്കാനൊന്നും പോണ്ട. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗം ആയതിനു ശേഷം നമ്മുടെ ആ എണ്ണ എടുത്തിട്ട് മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കുക. അപ്പൊ നല്ലോണം പൊള്ളച്ച് വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ, പരിപാടി ഇവിടെ കഴിഞ്ഞു. മാവെല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുത്തുന്ന മധുരം ഒന്നല്ല, ഇളം മധുരമായിട്ട് കഴിക്കാൻ തന്നെ നല്ല രസമാണ്. ഇത് കട്ടൻ ചായന്റെ ഒപ്പമാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളിൽ നല്ലോണം പൊള്ളച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സിമ്പിൾ അല്ലേ. ഞാൻ എന്തായാലും ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ പോവാണ്. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.